സെക്ഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 11.3യിലുള്ള കൂടുതൽ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എലിപ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. നന്നായിട്ട് എലിപ്സ് എന്ന കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസും ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. നമുക്ക് ആദ്യമായി എലിപ്സിൻ്റെ ലാറ്റസ് റെക്റ്റം എന്താണെന്ന് ഒന്ന് നോക്കാം. അതിനുശേഷം എക്സസൈസ് 11.3 ആണ് നമ്മൾ ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലാറ്റസ് റെക്റ്റം ഓഫ് എൻ എലിപ്സ്. എ ലൈൻ സെഗ്മെൻറ്റ് പെർപെൻഡിക്കുലർ ടു ദി മേജർ ആക്സിസ് ത്രൂ ദി ഫോക്കൈ ആൻഡ് ഹൂസ് എൻഡ് പോയിൻറ്റ്സ് ലൈ ഓൺ ദി എലിപ്സ് ഈസ് കോൾഡ് ദി ലാറ്റസ് റെക്റ്റം. അപ്പോൾ ഇവിടെ ലാറ്റസ് റെക്റ്റം എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പരാബോളയുടെ കേസിൽ നമ്മൾ ലാറ്റസ് റെക്റ്റം കണ്ടിട്ടുണ്ട്. ഫോക്കസിലൂടെ പോകുന്ന പെർപെൻഡിക്കുലർ ലൈന് പരാബോളയിൽ ടച്ച് ചെയ്യുന്ന രണ്ട് എൻഡ് പോയിൻറ്റ്സ് പരാബോളയിൽ ഉണ്ടാവും. ആ ലൈൻ സെഗ്മെൻറ്റിന് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റസ് റെക്റ്റം ഓഫ് ദി പരാബോള എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എലിപ്സാണ്, നമ്മുടെ കോണിക് സെക്ഷൻ എലിപ്സാണ്. അപ്പോൾ അതിൻ്റെ ലാറ്റസ് റെക്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് രണ്ട് ഫോക്കസുകളുണ്ട്. നമ്മൾ ഫോക്കൈ എന്ന് പറയും. F1 ആൻഡ് F2 ആർ ദി ഫോക്കൈ ഓഫ് ദി എലിപ്സ്. അപ്പോൾ അതിലൂടെ നമ്മൾ പെർപെൻഡിക്കുലർ വരക്കുന്നു, മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ വരക്കുന്നു. ആ പോയിൻറ്റ്സ്, അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് എലിപ്സിൻ്റെ മുകളിലായിരിക്കും. അതായത് എയും ബിയും ആണ് എൻഡ് പോയിൻറ്റ്സ്. ഇവിടെ സി ആൻഡ് ഡി. അപ്പോൾ എലിപ്സ് ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് ദി ആക്സിസ്. ഇവിടെ നമ്മൾ രണ്ട് ഫോക്കസ് ഉണ്ട്. അതിലൂടെ പെർപെൻഡിക്കുലർ രണ്ട് ഫോക്കസിലൂടെയും വരക്കുമ്പോൾ നമുക്കിവിടെ രണ്ട് ലാറ്റസ് റെക്റ്റം കിട്ടും. അപ്പോൾ എ ബിയും സി ഡിയും എലിപ്സിൻ്റെ ലാറ്റസ് റെക്റ്റമാണ്. അതിൻ്റെ ലെങ്ത്താണ് നമുക്കിനിയിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. എ ബിയുടെയും സി ഡിയുടെയും ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. കാരണം എലിപ്സ് സിമെട്രിക് ആയതുകൊണ്ട് എ ബിയുടെയും സി ഡിയുടെയും ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ എ ബിയുടെ അല്ലെങ്കിൽ സി ഡിയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത് നോക്കാം. AF2 എന്ന ലെങ്ത്തിനെ നമുക്ക് L എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ലാറ്റസ് റെക്റ്റം 2L ആണ്. ഈ ലെങ്ത്ത് AF2 L ആണെങ്കിൽ ടോട്ടൽ ലെങ്ത്ത് 2L ആയിരിക്കും. ഫോക്കസ് F2ൻ്റെ കോർഡിനേറ്റ്സ് C0 ആണ്. അതായത് ഫോക്കസ് F2 അത് നമുക്ക് C0 എന്ന് എടുക്കാം. അതുപോലെ എ എന്ന് പറയുന്ന പോയിൻ്റ് അപ്പോൾ അതേ ഹൈറ്റിൽ തന്നെയാണ്, അതേ ദൂരമാണ്. എക്സ് ആക്സിലിൻ്റെ ദൂരം സെയിം ആണ് എക്കും. അതുകൊണ്ട് തന്നെ എയുടെ എക്സ് കോർഡിനേറ്റ് സിയും വൈ കോർഡിനേറ്റ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള എല്ലും ആയിരിക്കും. അപ്പം എ എന്ന് പറയുന്ന പോയിൻ്റ് CL എന്ന് പറയുന്ന പോയിൻ്റ് ആയിരിക്കും. ഇനി F2 എന്ന് പറയുന്നത് C0 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഈസ് എ പോയിൻ്റ് ഓൺ ദി എലിപ്സ്. ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. x² + a² + y² / b² = 1 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എ ഈസ് എ പോയിൻ്റ് ഇൻ ദിസ് ellipse. A is a point on the ellipse. Therefore, it satisfies the equation 1. അപ്പോൾ നമുക്കതിനെ x² / a² + y² / b² = 1 ആണ് നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷൻ. ഇനി എ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. CL എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എ ഈസ് ദി പോയിൻറ്റ് CL. എ ഈ എലിപ്സിൻ്റെ മേലെയാണെങ്കിൽ എലിപ്സിൻ്റെ ഇക്വേഷൻ എ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എലിപ്സിൻ്റെ എക്സിനും വൈക്കും സി എന്നും എൽ എന്നും കൊടുക്കാം. C² / a² + L² / b² = 1. ഇനി നമുക്കറിയാം a² എന്ന് പറയുന്നത് b² + c² ആണ് അല്ലേ. c² എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെ എഴുതാം? a² - b² എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ c²നെ a² - b² / a² എന്ന് എഴുതുന്നു. ഇറ്റ് ഈസ് L² / b². നമ്മൾ എല്ലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. = 1. ഇനി ഈ ഇക്വേഷനിൽ a² - b² നമ്മൾ a² കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 - b² / a². 1 അതായത് a² / a² 1 - b² / a² plus L² / b² = 1 plus L² / b² = 1 എടുക്കാം. അങ്ങനെയാകുമ്പോൾ 1 രണ്ട് ഭാഗത്തും 1 ഉണ്ട്. നമുക്ക് L² / b² = b² / a² എന്ന് കിട്ടും.
ദാറ്റ് ഈസ് എൽ സ്ക്വയർ ഈക്വൽ ടു ബി റേസ് ടു 4/a² എന്ന് എഴുതാം. ഇനി എൽ എന്നുള്ളത് അപ്പോൾ എൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലിനെ സ്ക്വയർ റൂട്ട് ഓഫ് ബി റേസ് ടു 4/a² എന്ന് എഴുതാം. പോസിറ്റീവ് വാല്യൂ എടുക്കുന്നതുകൊണ്ട് b²/a എന്ന് കിട്ടും. ഇനി ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് എല്ലിൻ്റെ ഡബിളാണ്. ദെർഫോർ ലാറ്റസ് റെക്റ്റത്തിനെ ഷോർട്ടായിട്ട് നമുക്ക് LR എന്ന് എഴുതാം. ഡബിൾ ഓഫ് ദിസ് വാല്യൂ ദാറ്റ് ഈസ് 2 times b²/a. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. നമുക്കിത് ആവശ്യം വരുന്നതാണ്. ലാറ്റസ് റെക്റ്റത്തിൻ്റെ ഫോർമുല എന്താണ്? 2b²/a. നമ്മൾ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേങ്കിൽ നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഈ ഡെറിവേഷൻ ഒന്ന് മനസ്സിലാക്കി നോട്ടിലേക്ക് എഴുതുക. LR ഈക്വൽ ടു ദാറ്റ് ഈസ് ലാറ്റസ് റെക്റ്റം ഈക്വൽ ടു 2b²/a. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്ന ഫോർമുലയാണ്. ലാറ്റസ് റെക്റ്റം ഓഫ് എൻ എലിപ്സ് ഈസ് 2b²/a. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ എലിപ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അത് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കൈ, ദി വെർട്ടിസസ്, ദി ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി ആൻഡ് ദി ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം ഓഫ് ദി എലിപ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിൻറ്റ്സും ഇതിനകത്തുണ്ട്. ഫോക്കൈ ഉണ്ട്, വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം. ഇത്രയും കാര്യങ്ങൾ ഓരോ എലിപ്സിൻ്റെ ഇക്വേഷനിൽ നിന്നും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. x²/36 പ്ലസ് y²/16 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ എലിപ്സ് ഏത് ടൈപ്പ് എലിപ്സ് ആണെന്ന് തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് എലിപ്സാണ് പഠിച്ചിട്ടുള്ളത്. ഇത് ഏത് ടൈപ്പാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിനുള്ള എളുപ്പ വഴികൾ, നമ്മൾ ഈ ഡിനോമിനേറ്ററിലുള്ള സംഖ്യകൾ നോക്കുക. അതിൽ വലിയ സംഖ്യ ആരാണെന്ന് തിരിച്ചറിയുന്നു. അതായത് 36 ആണ് വലിയ സംഖ്യ. അത് x² താഴെയാണുള്ളതെങ്കിൽ ആദ്യത്തെ ടൈപ്പ്, വലിയ സംഖ്യ y² താഴെയാണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ്. അപ്പോൾ ഇപ്പം നമുക്ക് തന്നിട്ടുള്ളത് x² താഴെയാണ് വലിയ സംഖ്യയായ 36 ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ ടൈപ്പ് ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുന്നു. x²/a² ആണ് വലിയ സംഖ്യ, പ്ലസ് y²/b² ഈക്വൽ ടു 1. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ x²/36 പ്ലസ് y²/16 ഈക്വൽ ടു 1. ഇത് തന്നിട്ടുള്ള ഇക്വേഷൻ. വി കമ്പയർ ദീസ് ടു ഇക്വേഷൻസ്. കമ്പയറിങ് 1 and 2. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് കമ്പയറിങ് 1 and 2. കമ്പയറിങ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. a² വാല്യൂ നമുക്ക് കിട്ടും 36, അതുപോലെ b² കിട്ടും 16 ആണ്. ഉടനെ a എഴുതാം. a 6 ആണ്. റൂട്ട് ഓഫ് 36. b എന്താണ്? 4 ആണ്. അപ്പോൾ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് c കണ്ടുപിടിക്കാം. therefore c is equal to root of a² minus b². it is equal to root of 36 minus 16, that is equal to root 20. അപ്പോൾ റൂട്ട് 20 ആണ് നമ്മുടെ c. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എഴുതുന്നു. അത് നമുക്ക് അടുത്തൊരു പേജിലേക്ക് എഴുതാം. ഫോക്കൈ ഈസ് നമ്മുടെ ഫോർമുല എന്താണ്? ആദ്യത്തെ ടൈപ്പ് എലിപ്സ് ആകുമ്പോൾ ഫോർമുല +or-c 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു +or-root 20 0. അപ്പോൾ ഫോക്കൈ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കിട്ടേണ്ടത് വെർട്ടിസസ് ആണ്. വെർട്ടിസസ് ഈസ് +or-a 0, ദാറ്റ് ഈസ് ഈക്വൽ ടു +or-6 0. വെർട്ടിസസ് കിട്ടിക്കഴിഞ്ഞു. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈസ് 2a, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ദി ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് is 2b, that is equal to 2 into 4, that is equal to 8. Length of major axis, minor axis, then
ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം. അതിന് ഫോർമുല എഴുതണം. 2b²/a ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു b² നമുക്ക് കിട്ടിയത് 16 ആണ്. 16/a. a is 6. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 6ൽ 3 ടൈംസ് 16/3 ആണ് നമുക്ക് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം കിട്ടുക. പിന്നെ നമുക്ക് വേണ്ടത് എക്സെൻട്രിസിറ്റി ഇ ആണ്. ഇ ഈക്വൽ ടു ഫോർമുല c/a ദാറ്റ് ഈസ് ഈക്വൽ ടു √20/a. a is 6. അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂസ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ആ ടൈപ്പ് ഏത് ടൈപ്പ് എലിപ്സ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത്. അടുത്ത ഒരു ചോദ്യം നോക്കാം. x² + y² + 25 = 1. അപ്പോൾ ഇതിനെ നമ്മൾ ഏത് ടൈപ്പിലുള്ള എലിപ്സ് ആണെന്ന് തിരിച്ചറിയണം. അപ്പോൾ ഇത് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 25 ആണ്. രണ്ടാമത്തെ സംഖ്യ 4 ആണ്. അപ്പോൾ ഇവിടെ y² താഴെയാണ് വലിയ സംഖ്യ ഉള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുന്നു. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വരുന്നത് രണ്ടാമത്തെ ടൈപ്പാണ്. അപ്പോൾ x²/b² + y²/a² = 1 ആണ്. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കൊടുക്കാം. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ x²/4 + y²/25 = 1 ആണ്. അപ്പോൾ കമ്പയറിങ് 1 and 2, കമ്പയറിങ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ a² നമുക്ക് കിട്ടുന്നത് 25 ആണ്. അപ്പോൾ a കിട്ടുന്നത് 5 ആണ്. ഇനി b² നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 ആണ്. അപ്പോൾ b കിട്ടുന്നത് 2 ആണ്. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് c കണ്ടുപിടിക്കാം. ദെർഫോർ c ഈക്വൽ ടു √a² - b². നമ്മുടെ ഇക്വേഷനിൽ a² നമുക്ക് കിട്ടിയിട്ടുള്ളത് 25 ആണ്. √25 മൈനസ് നമ്മുടെ b² എത്രയാണ്? 4 ആണ്. -4 ദാറ്റ് ഈസ് ഈക്വൽ ടു √21. അപ്പോൾ c കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഫോക്കൈ ഈസ് y ആക്സിൻ്റെ മേലെയാണ്. അപ്പോൾ നമ്മുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം. രണ്ടാമത്തെ ടൈപ്പ് ചിത്രമാകുമ്പോൾ ആ എലിപ്സിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ മേജർ ആക്സിസ് y ആക്സിലായിരിക്കും മേജർ ആക്സിസ് ഉണ്ടാവുക. എക്സ് ആക്സിൽ മൈനർ ആക്സിസ് ആയിരിക്കും. അപ്പോൾ y ആക്സിൽ മേജർ ആക്സിസ് ആകുമ്പോൾ നമ്മളെ ഫോക്കസ് ഏതിൻ്റെ മുകളിലായിരിക്കും? മേജർ ആക്സിൻ്റെ മേലെയാണ് ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ ഫോക്കസിൻ്റെ ഫോർമുല 0 ± c ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ± √21. ഇനി വെർട്ടിസസും അതുപോലെ y ആക്സിൻ്റെ മേലെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫോർമുല 0 ± a ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ± എയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ 5 ആയിരിക്കും. ഇനി വെർട്ടിസസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം അല്ലെങ്കിൽ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കാണാം. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈസ് ഈക്വൽ ടു 2a. അതെപ്പോഴും 2a ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഈസ് ഈക്വൽ ടു 2b ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 4 കിട്ടി. ഇനി നമുക്ക് മേജർ ആക്സിസ് കിട്ടി, മൈനർ ആക്സിസ് കിട്ടി. ഇനി ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം പിന്നെ എക്സെൻട്രിസിറ്റി. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം ഫോർമുല എഴുതണം. 2b²/a ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു b². b എത്രയാണ്? നമ്മുടെ 4 ആണ് b². അപ്പോൾ b² 4/a 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/5. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം കിട്ടിക്കഴിഞ്ഞു. ഇനി എക്സെൻട്രിസിറ്റി ഇ ഈക്വൽ ടു c/a ഈക്വൽ ടു സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് √21 ആണ്. √21/aയുടെ വാല്യൂ 5. ഇതാണ് എക്സെൻട്രിസിറ്റി. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒക്കെ തന്നെ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഫോർമുല കൂടി എഴുതാൻ ശ്രദ്ധിക്കുക. 2b²/a അതുപോലെ c/a. പിന്നെ നമ്മൾ c കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഫോർമുല √a² - b². ഇതൊക്കെ തന്നെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാനും ശ്രദ്ധിക്കുക. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. രണ്ട് ടൈപ്പ് എലിപ്സിൻ്റെയും ചിത്രം മനസ്സിലേക്ക്
വരണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, 36x² + 4y² = 144. ഒറ്റ നോട്ടത്തിൽ നമുക്കിത് സ്റ്റാൻഡേർഡ് ഇക്വേഷനിലല്ല ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ x²/a² + y²/b² = 1, അല്ലെങ്കിൽ x²/b² + y²/a² = 1. ഈ രണ്ട് ഫോമിലുമല്ല ഈ ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ ആദ്യം ഇതിനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നു. 36x² + 4y² = 144 എന്നുള്ള ഇക്വേഷനെ നമ്മൾ റൈറ്റിൽ 1 വരണം. അപ്പോൾ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡിങ് ബൈ 144 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 36x² / 144 + 4y² / 144 = 144/144. അപ്പോൾ 1 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റിലുള്ള ആ കോൺസ്റ്റൻ്റ് കൊണ്ട് ഒന്ന് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിതിനെ ഒന്ന് ചുരുക്കാൻ പറ്റും. ഇതിനെ ചുരുക്കുന്നത് ശ്രദ്ധിക്കാം. ഇതിൽ 36 in 144 4 ടൈംസ് പോകും അല്ലേ? 36 4 ടൈംസ്. ഇനി 4 അതുപോലെ ഇതിൽ 36 ടൈംസ് പോവും. ഡിവൈഡഡ് ബൈ 144/144 1 ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറുന്നുണ്ട്. അതായത് x²/4 + y²/36 = 1 എന്നുള്ള ഫോമിലേക്ക് മാറി. നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി ഇതിന് കറക്റ്റായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിന് കണക്കായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം വലിയ സംഖ്യ y²ൻ്റെ താഴെയാണുള്ളത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ x²/b² + y²/a² = 1. രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്യണം. രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കമ്പയറിങ് 1 and 2, കമ്പയറിങ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ b² = 4 എന്ന് കിട്ടും. therefore b = 2. then a² = 36 കിട്ടും. a = 6 കിട്ടും. അപ്പോൾ ഇവിടെ b² 4 ആണ്. അപ്പോൾ b 2 ആയി. a² 36 ആകുമ്പോൾ a = 6 ആണ്. ഇനി ഉടനെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് c കണ്ടുപിടിക്കാം. therefore c = √(a² - b²) that is equal to √36 - 4 that is equal to √32. ഇനി നമുക്ക് c കിട്ടിക്കഴിഞ്ഞു. then we can write foci. foci is രണ്ടാമത്തെ ടൈപ്പ് ആകുമ്പോൾ 0 ± c that is equal to 0 ± √32. വേണമെങ്കിൽ നിങ്ങൾക്ക് √32നെ നമുക്ക് 8 into √32നെ 16 into 2 എന്ന് എഴുതാമല്ലോ. 16 into 2 എന്ന് എഴുതുമ്പോൾ അതിനെ 4√2 എന്ന് വേണമെങ്കിൽ എഴുതാം. 4√2 16ൻ്റെ റൂട്ട് 4 ആണ്. 2√2 എന്നായിട്ട് എഴുതാം. അങ്ങനെ വേണമെങ്കിൽ മാറ്റി എഴുതാം. √32ന് പകരം 4√2 എഴുതാം. ഇനി നമുക്ക് ഫോക്കൈ കിട്ടിക്കഴിഞ്ഞ് വേർട്ടീസസ് എഴുതാം. വേർട്ടീസസ് ഈസ് 0 ± a ആണ്. a കിട്ടിയിട്ടുള്ളത് നമുക്ക് 6 ആണ്. അപ്പോൾ 0 ± 6 കിട്ടും. ഇനി നമുക്ക് ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈസ് always 2a that is equal to 2 into 6 that is equal to 12 ആണ്. ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഈസ് ഈക്വൽ ടു 2b ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കിട്ടും. ഇനി ലെങ്ത് ഓഫ് ദി മേജർ എന്താണ്? ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഈക്വൽ ടു ഫോർമുല എഴുതണം. 2b²/a ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 4/6 ആണ്. സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ്സ് ഈക്വൽ ടു 4/3 കിട്ടും. ദെൻ eccentricity E equal to c/a that is equal to c is √32 അല്ലെങ്കിൽ 4√2 അല്ലേ? 4√2/a എത്രയാണ്? 6 ആണ്. നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ 3 എന്നും
2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2√2/3 എന്ന് കിട്ടും. അപ്പം എക്സെൻട്രിസിറ്റി 2√2/3 ആണ്. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഫോർമുല വേണ്ടുന്നിടത്ത് അത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എഴുതണം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. 4x² + 9y² = 16. ഇപ്പോൾ നമ്മൾ ചെയ്ത അതുപോലെ തന്നെയുള്ള ചോദ്യമാണ്. ഇതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആദ്യം ഒന്ന് കൺവേർട്ട് ചെയ്യണം. Therefore we can write 4x² + 9y² = 36. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 36. ഡിവൈഡിങ് ബൈ 36. 4x² / 36 plus 9y² / 36 equal to 36/36. Therefore we can simplify that. 9 here, 4, 36/36 1 കിട്ടും. x² / 9 plus y² / 4 equal to 1. നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ടൊന്ന് ഇത് കമ്പയർ ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 വിളിക്കാം. ആൻഡ് വാട്ട് ഈസ് അവർ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? രണ്ടാമത്തെ ടൈപ്പാണോ അതോ ഒന്നാമത്തെ ടൈപ്പാണോ ഇത് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. x² താഴെയാണ് വലിയ നമ്പർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒന്നാമത്തെ ടൈപ്പ് എലിപ്സാണ്. അപ്പോൾ നമുക്കതിനെ ഒന്നാമത്തെ ടൈപ്പ് എലിപ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. x² / a² plus y² / b² equal to 1 ആണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. Then we compare equation number 1 and 2. We get a² equal to 9 and b² equal to 4. അവിടെ a equal to 3 കിട്ടും, b equal to 2 കിട്ടും. ഇനി നമുക്ക് c കണ്ടുപിടിക്കാം. c is root of a² minus b². That is equal to root of 9 minus 4. It is equal to root of 5. Root 5 ആണ്. Then we can write foci. Foci is ഏത് ടൈപ്പാണിത്? ആദ്യത്തെ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ±c 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ±√5 0. അപ്പോൾ ചിത്രം മനസ്സിലേക്ക് ഓർത്താൽ മതി, തെറ്റിപ്പോകാതെ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. ഫോക്കൈ വന്നു. ഇനി നമുക്ക് വേണ്ടത് വെർട്ടീസസ് ആണ്. വെർട്ടീസസ് ഈസ് ±a 0 ആണ്. ദാറ്റ് ഈസ് ±a വാല്യൂ നമുക്ക് കിട്ടുന്നത് 3 ആണ്. അപ്പോൾ ±3 0 എന്ന് കിട്ടും. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈസ് 2a. ദാറ്റ് ഈസ് ഈക്വൽ ടു 2a equal to 2 into 3. That is equal to 6 വരും. Length of minor axis is 2b. That is equal to 2 into 2. That is 4. Then length of lattice rectum formula എഴുതണം 2b² by a. That is equal to 2 into b² is 4 by a is 3. Therefore it is equal to 8/3. Then eccentricity E equal to c by a. That is equal to c is നമ്മുടെ √5 ആണ് c. അപ്പോൾ √5/a. that is 3. ഇതാണ് എക്സെൻട്രിസിറ്റി വരുന്നത്. വളരെ ശ്രദ്ധിച്ചിട്ട് എഴുതുക. അത്രയും ഈസി ആയിട്ട്, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിനകത്തില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് മിക്കതും. അപ്പോൾ നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്റർ തന്നെയാണ് ഈ കോണിക് സെക്ഷനുള്ള ചാപ്റ്റർ. അപ്പോൾ അടുത്ത ഒരു ചോദ്യം നോക്കാം നമുക്ക്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്. ഇനി നമ്മൾ മറ്റൊരു ടൈപ്പാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ നമുക്ക് ഫോക്കസ്, അതുപോലെ എന്താ പറയുക, മറ്റുള്ള കണ്ടീഷൻസ് തരുന്നില്ല. നമുക്ക് ഇക്വേഷൻ തന്നിട്ട് നമ്മൾ അതൊക്കെ കണ്ടുപിടിക്കുക. ഫോക്കസ് കണ്ടുപിടിക്കുക, അതുപോലെ വെർട്ടീസസ് കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ ചെയ്ത ചോദ്യങ്ങൾ. ഇനിയുള്ള ചോദ്യങ്ങൾ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് തരും, എന്നിട്ട് നമ്മളതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കുക, ഈ ചോദ്യം ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ദാറ്റ് സാറ്റിസ്ഫൈസ് ദി ഗിവൺ കണ്ടീഷൻസ്. അപ്പോൾ ഇവിടെ വെർട്ടീസസ് തന്നിട്ടുണ്ട്, ഫോക്കൈ തന്നിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ആ ഏത് ടൈപ്പിലുള്ള എലിപ്സാണ് ഇതെന്ന് ഈ തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ച് തിരിച്ചറിയണം.
അപ്പോൾ ഇവിടെ വേർട്ടിസസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വേർട്ടിസസ് ഏത് ആക്സിസിലാണുള്ളത്? ഈ പോയിൻ്റ് ഏത് ആക്സിലുള്ള പോയിൻ്റാണ്? എക്സ് ആക്സിലാണ്. ഫോക്കയും എക്സ് ആക്സിലാണ്. ഫോക്കയും വെർട്ടിസസും എക്സ് ആക്സിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നാമത്തെ ടൈപ്പ് ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാം. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരേണ്ടത്. ഇതിൽ എയും ബിയും കണ്ടുപിടിക്കലാണ് ഒന്നാമത്തെ കാര്യം. അവിടെ നമുക്ക് വേർട്ടിസസിനകത്ത് നിന്ന് ഏത് കിട്ടും? വേർട്ടിസസിൽ നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് എ 0 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്ലസ് ഓർ മൈനസ് 50 എന്ന് തന്നിട്ടുണ്ട്. ഉടനെ നമുക്ക് എ എഴുതാം. എ 5 ആയി അല്ലേ? അതുപോലെ പ്ലസ് ഓർ മൈനസ് സി 0 ആണ് പ്ലസ് ഓർ മൈനസ് 40 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് സി കിട്ടും. എന്താണ്? 4 ആണ്. സി ഈക്വൽ ടു 4 ആണ്. എ ഈക്വൽ ടു സി ആണ്. അതുകൊണ്ട് തന്നെ എ ഈക്വൽ ടു നമുക്ക് എഴുതാം 5ഉം സി 4ഉം ആണ്. എ 5 ആണ്. സി ഈക്വൽ ടു 4 ആണ്. ഉടനെ ബി കണ്ടുപിടിക്കാം. ബി ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ 25 മൈനസ് സി സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 9 അല്ലേ? റൂട്ട് 9 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 3. അപ്പോൾ എയും ബിയും കിട്ടിയാൽ ഉടനെ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ദർഫോർ ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് എഴുതാം അല്ലേ? എലിപ്സ്, ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ഈസ് ഏതാണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ 9 ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈക്വൽ ടു 1. നമ്മുടെ ഇക്വേഷൻ റെഡിയായി. അപ്പോൾ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നിട്ടുള്ള കണ്ടീഷനിലൂടെ തിരിച്ചറിയണം ഇത് ഏത് ടൈപ്പാണ്. ആദ്യത്തെ ടൈപ്പ് എലിപ്സ് ആണോ രണ്ടാമത്തെ ടൈപ്പ് എലിപ്സ് ആണോ എന്ന് തിരിച്ചറിയണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. വെർട്ടിസസ് നമുക്ക് തന്നിട്ടുള്ളത് 0 പ്ലസ് ഓർ മൈനസ് 13 ആണ്. ഇത് ഏത് ആക്സിസിലുള്ള പോയിൻ്റ് ആണെന്ന് ആദ്യം തിരിച്ചറിയാം. ഇത് വൈ ആക്സിലാണ് അല്ലേ? ഫോക്കയും വൈ ആക്സിലാണ്. 0 പ്ലസ് ഓർ മൈനസ് 5. തീർച്ചയായിട്ടും നമ്മുടെ മേജർ ആക്സിസ് വൈ ആക്സിലായിരിക്കും. അപ്പോൾ ആ എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഇതായിരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇനി നമുക്ക് വെർട്ടിസസ് നോക്കാം. വെർട്ടിസസ് നമുക്ക് കിട്ടുന്നത് 0 പ്ലസ് ഓർ മൈനസ് എ എന്നാണ് വെർട്ടിസസ് കിട്ടുക അല്ലേ? അതാണ് നമുക്ക് തന്നിട്ടുള്ളത് 0 പ്ലസ് ഓർ മൈനസ് 13. ഉടനെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ദർഫോർ എ കിട്ടും അല്ലേ? 13 കിട്ടും. അതുപോലെ 0 പ്ലസ് ഓർ മൈനസ് സി ആണ് നമ്മുടെ ഫോക്കൈ. 0 പ്ലസ് ഓർ മൈനസ് 5 ആണ്. അപ്പോൾ സി കിട്ടും നമുക്ക് 5 ആണ്. ഉടനെ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? ബി കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 169 മൈനസ് 25 ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144. തീർച്ചയായിട്ടും അപ്പോൾ 12 ആയിരിക്കും ബി. അപ്പോൾ എ 13 ആണ്, ബി 12 ആണ്. ദർഫോർ അവർ ഇക്വേഷൻ ഈസ് ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്. ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് നമുക്ക് കണ്ടുപിടിക്കാം. എ 13 ആണ്, ബി എന്താണ് കിട്ടിയത്? 12 ആണ്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ബൈ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നോക്കണം. ബി സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ദാറ്റ് ഈസ് 13 സ്ക്വയർ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 144 പ്ലസ് വൈ സ്ക്വയർ ബൈ 169 ഈക്വൽ ടു 1. ദിസ് ഇസ് ദി ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. അപ്പോൾ ഇതുപോലെ കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എലിപ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അത് ഏത് ടൈപ്പാണെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു ചോദ്യം ഈ ഭാഗത്തുള്ളത് ഈ ടൈപ്പാണ്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ടൈപ്പ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് വിത്ത് മേജർ ആക്സിസ് ഓൺ ദി വൈ ആക്സിസ് ആൻഡ് പാസസ് ത്രൂ ദി പോയിൻറ്റ്സ് 3, 2 ആൻഡ് 1, 6. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തിരിച്ചറിയാൻ പ്രയാസമൊന്നുമില്ല. കാരണം മേജർ ആക്സിസ് വൈ ആക്സിലാണ് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് അല്ലേ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ
ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഈ ടൈപ്പിലുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതാദ്യം നമ്മൾ തിരിച്ചറിഞ്ഞു. എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? മേജർ ആക്സിസ് വൈ ആക്സിലാണെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ടൈപ്പായിരിക്കും ആ ഇക്വേഷൻ. ഇനി പറയുന്നത് ഇത് 2 പോയിൻ്റ്, ഈ എയും ബിയും കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് തന്നിട്ടുള്ള മറ്റൊരു കാര്യം, ദിസ് എലിപ്സ് പാസസ് ത്രൂ ദി പോയിൻറ്റ്സ് 3, 2 ആൻഡ് 1, 6. അപ്പോൾ ഒരു ജോമെട്രിക്കൽ ഫിഗർ ഒരു പോയിൻറ്റിലൂടെ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു അർത്ഥം. നമുക്ക് 3 എക്സിനും 2 വൈക്കും കൊടുത്തു നോക്കിയാൽ എന്ത് കിട്ടും? അതായത് ഇക്വേഷൻ 1 അല്ലേ, എലിപ്സ് 1 അല്ലേ, 1 എന്ന് പറയുന്ന എലിപ്സ് പാസസ് ത്രൂ ദി പോയിൻറ്റ് എന്താണ്? പാസസ് ത്രൂ ഒന്നാമത്തെ പോയിൻ്റ് 3, 2 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എക്സിന് 3നും വൈക്ക് 2നും ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 3² ബൈ ബി സ്ക്വയർ പ്ലസ് 2² ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ നമുക്കതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 9 ബൈ ബി സ്ക്വയർ പ്ലസ് 4 ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഇതൊരു ഇക്വേഷൻ കിട്ടും നമുക്ക്. അതായത് എയും ബിയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അതേപോലെ എലിപ്സ്, അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. 1 നമ്മൾ നേരത്തെ അവിടെ എടുത്തു പോയതുകൊണ്ട് നമുക്കതിനെ 2 എന്ന് വിളിക്കാം. ഇനി എലിപ്സ്, നമ്മുടെ എലിപ്സ് 1 പാസസ് ത്രൂ ദി പോയിൻ്റ് ഏതാ? രണ്ടാമത്തെ പോയിൻ്റ് പാസസ് ത്രൂ ദി പോയിൻ്റ്, നമ്മുടെ പോയിൻ്റ് ഏതാണെന്ന് നോക്കാം. 1, 6 ആണ്. അപ്പം പാസസ് ത്രൂ 1, 6 ആണ്. അപ്പോൾ എക്സിന് 1 എന്നും വൈക്ക് 6 എന്നും നേരത്തെ പോലെ കൊടുക്കുമ്പോൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 1 ബൈ ബി സ്ക്വയർ, 1² ബൈ ബി സ്ക്വയർ അല്ലേ, പ്ലസ് 6² ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആക്കും. അതായത് 1 ബൈ ബി സ്ക്വയർ പ്ലസ് 36 ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 വിളിക്കാം. ഇനി ഇത് രണ്ട് സോൾവ് ചെയ്താലേ നമുക്ക് എ സ്ക്വയറും ബി സ്ക്വയറും കിട്ടുള്ളൂ. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് നേരത്തെ പഠിച്ച മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. കാരണം ഇത് ഡിനോമിനേറ്ററിലാണ് ഈ എ സ്ക്വയറും ബി സ്ക്വയറും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. ആ ഇക്വേഷനെ നമുക്കൊന്ന് സെപ്പറേറ്റ് എടുക്കാം. 9 ബൈ ബി സ്ക്വയർ പ്ലസ് 4 ബൈ എ സ്ക്വയറും ഈക്വൽ ടു 1, 1 ബൈ ബി സ്ക്വയർ പ്ലസ് 36 ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഈ ഇക്വേഷൻസിന് നമുക്കൊന്നുകൂടി എഴുതാം. 9 ബൈ ബി സ്ക്വയർ പ്ലസ് 4 ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ 1 ബൈ ബി സ്ക്വയർ പ്ലസ് 36 ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. 1 ബൈ ബി സ്ക്വയർ പ്ലസ് 36 ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണ് കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 ഇതാണ് ഇക്വേഷൻ നമ്പർ, നമ്മൾ കൊടുത്ത നമ്പർ അതല്ലല്ലോ. നമ്മൾ കൊടുത്ത നമ്പർ എന്താണ്? 2 3 ആണ് അല്ലേ. നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഞാൻ ഈ ഇക്വേഷൻസിനെ ഒന്നുകൂടി ഒന്ന് മാറ്റുന്നു നമുക്ക് സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഈ 1 ബൈ എ സ്ക്വയറിനെ 1 ബൈ ബി സ്ക്വയറിനെ എടുക്കുക അല്ലേ. 1 ബൈ ബി സ്ക്വയറിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. 1 ബൈ എ സ്ക്വയറിനെ ഞാൻ വൈ എന്ന് വിളിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ഇക്വേഷനെ മാറ്റി എഴുതാം. 9x പ്ലസ് 4y ഈക്വൽ ടു 1 ആയിട്ട് അല്ലേ. എക്സ് അല്ലേ എഴുതുക. ആദ്യത്തെ എക്സ് പ്ലസ് 36y ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 2നെയും 3നെയും മാറ്റിയിട്ട് ഇക്വേഷൻ നമ്പർ 4ഉം 5ഉം ആക്കിയിട്ട് മാറ്റുന്നു. സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. പുട്ട് 1 ബൈ ബി സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നും 1 ബൈ എ സ്ക്വയറിനെ വൈ എന്ന് വിളിക്കും. നമ്മൾ എക്സും വൈയും കിട്ടിയാൽ പിന്നെ എ സ്ക്വയറും ബി സ്ക്വയറും നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ കിട്ടും. അപ്പോൾ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് എക്സിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ബി സ്ക്വയർ കിട്ടും, വൈയുടെ റെസിപ്രോക്കൽ കിട്ടിയാൽ എ സ്ക്വയർ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. 9x പ്ലസ് 4y ഈക്വൽ ടു 1, എക്സ് പ്ലസ് 36y ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ 9x പ്ലസ് 4y ഈക്വൽ ടു 1,
എക്സ് പ്ലസ് 36y ഈക്വൽ ടു 1. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 ആണ്, ഇത് 5 ആണ് അല്ലേ. നമ്മുടെ ഇക്വേഷൻ നമ്മൾ കൊടുത്തത് എന്താണ്, 2ഉം 3ഉം ആയിരുന്നു. ഇത് 4 5 ആണ് അല്ലേ. ഓക്കെ, നമുക്കിതിനെ രണ്ടാമത്തെ ഇക്വേഷനെ നമുക്ക് 9 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5നെ ഞാൻ 9 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 9x പ്ലസ് 36y ഈക്വൽ ടു 36y അല്ല, 36നെ നമുക്ക് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 324y ഈക്വൽ ടു 1 × 9 9 കിട്ടും. ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം. ഇനി 6ൽ നിന്ന് നമുക്ക് 4 മൈനസ് ചെയ്യാം. അപ്പോൾ 9x മൈനസ് 9x 0 ആയിപ്പോവും. 324y മൈനസ് 4y എന്ത് കിട്ടും, 320y ഈക്വൽ ടു 9 മൈനസ് 1 ഈസ് ഈക്വൽ ടു 8. therefore y ഈസ് ഈക്വൽ ടു 8/320 എന്ന് കിട്ടും. 8/320 എന്ന് പറഞ്ഞാൽ 1/40 അല്ലേ, 1/40 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ y കിട്ടിയത് 1/40 ആണ്. ഇനി yയുടെ വാല്യൂ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ x കിട്ടും. അപ്പോൾ നമുക്കിത് ഇക്വേഷൻ നമ്പർ സിമ്പിളായിട്ടൊരു ഇക്വേഷൻ എടുക്കാം. ഇക്വേഷൻ നമ്പർ 5ൽ കൊടുക്കാം അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 5. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 5ൽ കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 36y അതായത് 1/40 ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു 1 ആണ്, ഈക്വൽ ടു 1 ആയിട്ട്. അപ്പോൾ എക്സ് എന്ത് കിട്ടും, 1 മൈനസ് 36/40 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 മൈനസ് 36/40. 40 മൈനസ് 36 ഈസ് 4/40 കിട്ടും അല്ലേ. അത് 1/10 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1/10, വൈയുടെ വാല്യൂ എന്താണ് കിട്ടിയത് 1/40. അപ്പോൾ നമ്മുടെ എ സ്ക്വയറും ബി സ്ക്വയറും നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് നോക്കാം. നമുക്ക് എക്സ് ആയിട്ട് എടുത്തത് ആരെയാ, 1/b² നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ 1/x എന്തായിരിക്കും, ബി സ്ക്വയർ ആയിരിക്കും. 1/y a² ആയിരിക്കും. അപ്പോൾ b² ഈക്വൽ ടു 1/x അതായത് 10 ആയിരിക്കും. a² ഈക്വൽ ടു 1/y ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ആയിരിക്കും. ഇനി നമ്മുടെ ഇക്വേഷനിൽ a² b² കൊടുത്താൽ എലിപ്സിൻ്റെ ഇക്വേഷൻ കിട്ടും. therefore the equation of the ellipse നമുക്ക് എഴുതാം അടുത്ത സ്റ്റെപ്പിൽ. therefore equation of the ellipse is x² by നമ്മുടെ ഇക്വേഷൻ 1 ഞാൻ നമ്മൾ കൊടുക്കുന്നത് a²ൻ്റെ വാല്യൂ 40 ആണ്, b² 10 ആണ്. നമ്മുടെ ഇക്വേഷൻ x²/b² എന്നാണ്. അപ്പോൾ x²/10 പ്ലസ് y²/40 ഈക്വൽ ടു 1. അപ്പോൾ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്. അപ്പോൾ ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. ബാക്കിയെല്ലാം തന്നെ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ച് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. എന്നാൽ നമുക്കിത് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് ഈ കോണിക് സെക്ഷൻ എന്നുള്ള ചാപ്റ്റർ. വളരെ കുറച്ച് ചോദ്യങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക.